أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എഴുത്തത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുകയും ചെയ്യുന്ന സദസ്സാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ സദസ്സ്. അവിടെ അള്ളാഹിന്റെ മലക്കത്ത് റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങും, അവിടെ ശാന്തി ഉണ്ടാകും എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹിന്റെ കാര്യങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹു മാതൃക ഈ മജ്‌ലിസിനെ പ്രവർത്തിക്കുക. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ചില ആഴ്ചകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ ചില സംഗതികൾ ഊന്നി പറയുന്ന ഒന്നാമത്തെ. തുടർന്ന് 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഞങ്ങൾ ഊഹങ്ങൾ ഒഴിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ മോശമായ ഒരു വർത്തമാനമാണ് ഊഹം. നിങ്ങൾ വിശ്വാസികളെ കുറിച്ച് നല്ലതേ കേൾക്കാവൂ. ഒരു വിശ്വാസി പള്ളിയിലേക്ക് കയറി വരുന്നു, കാലത്ത് കേട്ടോടെ നിസ്കരിക്കുന്നു, അയാൾ ഓർത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അയാൾ ഓർത്തിട്ടേ വരും. അയാൾ സ്വന്തം നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ല. അയാൾ സ്വന്തം നിസ്കരിച്ചിട്ടേ വരും എന്നാണ് നമ്മൾ കരുതേണ്ടത്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് വിശ്വാസികളെ കുറിച്ച് നല്ലതാണ് കരുതേണ്ടത്. കാരണം അധിക ഊഹവും തെറ്റാണ്. തെറ്റ് എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, നമ്മൾ ആരോടും പറയാതെ ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ബേജാറാകുന്ന സംഗതിയാണ് ഇസ്ലാം. ഒരാളെ കുറിച്ച് മോശം കരുതിപ്പോയി, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിശ്വാസിയുടെ കണ്ണാടിയാണ് എന്നത്. കണ്ണാടി എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ ധർമ്മം. കണ്ണാടി ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് അയാളുടെ മുമ്പിൽ മാത്രമേ തെറ്റ് പറയൂ. അയാളുടെ പിന്നാലെ പോയിട്ട് തെറ്റുകൾ പറയില്ല. അയാളോട് നേരിട്ടാണ് പറയുന്നത്. പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അയാളിലുള്ള ന്യൂനതകൾ അല്ലെങ്കിൽ അയാളിലുള്ള നന്മകളാണ് കണ്ണാടി പറയുന്നത്. അയാളിൽ ഇല്ലാത്തത് കണ്ണാടി പെരുപ്പിച്ച് പറയില്ല. അയാളുടെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ന്യൂനതകൾ നോക്കിക്കൊണ്ടേയിരിക്കുകയില്ല. ഇതാണ് ഒരു വിശ്വാസിയുടെ ഗുണം. അൽ മുസ്ലിമു മിർആത്തു അഖീഹി അൽ മുസ്ലിം. ഈ രീതിയിലാകണം നമ്മൾ നമ്മുടെ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത്. വല തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. ദസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയിൽ ഹൃദയമിടിപ്പുകളെ പിടിച്ചു നോക്കുക, അല്ലെങ്കിൽ കയ്യിന്റെ മിടിപ്പുകൾ നോക്കുക എന്നൊക്കെ. ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ സൂക്ഷിച്ച് അന്വേഷിച്ച് വഷളാക്കി അതിനെങ്ങനെ ചുഴിഞ്ഞ് അന്വേഷിക്കുന്ന സ്വഭാവം വിശ്വാസികൾക്ക് പാടില്ല. മിനിമം വിശ്വാസികളുടെ സ്വഭാവങ്ങളിൽ അള്ളാഹു എന്നെ പറയുകയാണ്, നിങ്ങൾ ഗീബത്ത് പറയാൻ പാടില്ല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരൻ വെറുക്കുന്ന സംഗതി അവനില്ലാത്ത പറയുക. ബാക്ക് ബൈറ്റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ധൈര്യമുള്ളവരാണെങ്കിൽ മുഖത്ത് നോക്കിയിട്ടാണ് പറയുക. പിന്നാലെ എന്നിട്ട് പറയുക, അവന്റെ സാന്നിധ്യത്തിൽ പറയുക. ഭീരുവിയുടെ സ്വഭാവമാണ് ബാക്ക് ബൈറ്റിംഗ്. ചുഗലിക്കാനാണ് ഹിന്ദിയിൽ പറയുക. ഒരാളുടെ പിന്നാലെ പോയിട്ട് നൽകുക. ധീരനാണെങ്കിൽ മുമ്പിൽ വന്നിട്ട് കുത്തലാണ് വേണ്ടത്. നിങ്ങളിലുള്ള ചില ആളുകളെ മറ്റൊരാളുടെ മുമ്പിൽ അസാന്നിധ്യത്തിൽ അവന്റെ പോരായ്മകൾ എടുത്ത് പറഞ്ഞ് ദൈവത്ത് പറയാൻ പാടില്ല. അത് ഉള്ളതാണെങ്കിലാണ് ദൈവത്ത്, ഇല്ലാത്തതാണെങ്കിൽ തെറ്റാണ്. മുക്താനാണ് കെതിവ, നുണയാണ്. അപ്പോ അങ്ങനെയുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് തെറ്റുകളാണ് അവർ ചെയ്യുന്നത്. കെതിവും ചെയ്യുന്നുണ്ട്, മുക്താനും ചെയ്യുന്നുണ്ട്. നിങ്ങളിലുള്ള ഒരു സഹോദരന്റെ ഇറച്ചി തിന്നുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദ്യയിലേക്ക് വന്നപ്പോൾ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കാൻ റസൂലിനെ കണ്ടപ്പോൾ തന്നെ വർത്താനം നിർത്തി. അപ്പോൾ തന്നെ റസൂലിന്റെ സംഗതി അറിഞ്ഞു. ഇവര് സംസാരം എന്തോ ആരെയെ കുറിച്ച് പറയായിരുന്നു. റസൂൽ പറഞ്ഞു, ഒന്ന് തുപ്പിക്കളയാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിരുന്ന വർത്താനം വളരെ മോശമാണ്, ഒന്ന് തുപ്പിക്കളയൂ. തുപ്പിക്കളഞ്ഞപ്പോൾ അപ്പോൾ തന്നെ രക്തമാണ് കണ്ടതെന്ന് ആളുകൾ പറയുന്നത്. രക്തമാണ് കണ്ടത്, ഇറച്ചിയാണ് കണ്ടത്. അപ്പോ വിശ്വാസിയായ ഒരു സഹോദരനെ തിന്നുക എന്ന് പറഞ്ഞാൽ അവന്റെ ഇറച്ചി തിന്നുന്നതിന് തുല്യമാണ്.
അവന്റെ ന്യൂനതകൾ പറയുക, അതിങ്ങനെ ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കരുത്തു നോക്കൂ. അതുകൊണ്ട് നിങ്ങൾ അള്ളാനെ പേടിക്കണം. അള്ളാനെ പേടിയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. ഒന്ന്, ഊഹാപോഹങ്ങൾ വെച്ച് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക, അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക, ആളുകളുടെ പിന്നാലെ നടന്ന് അവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് ചാരപ്പണി നടത്തുക, എന്നിട്ട് അയാളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസിയുടെ സഹോദരന്റെ കണ്ണാടിയാക്കാൻ നോക്കുക. കണ്ണാടി അയാളുള്ളത് മാത്രമേ പറയൂ, അയാളുടെ മുമ്പിൽ മാത്രമേ പറയൂ. അത്തരത്തിലുള്ള കണ്ണാടികളാകുവാൻ അള്ളാഹു നമ്മെ തൗഫീഖ്